ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പലതരം യൂണിവേഴ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള മറ്റൊരു യൂണിവേഴ്സിലോട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു വിഷയത്തെ യൂണിവേഴ്സ് എന്ന് തന്നെ വിളിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല. ആദ്യം ഒരു സൈഡിൽ നിന്ന് ഒരു വീഡിയോ വരുന്നു, തൊട്ടിപ്പുറത്തുനിന്ന് അടുത്തൊരു വീഡിയോ വരുന്നു. ഇനി വരും ദിവസങ്ങളിൽ 4 സൈഡിൽ നിന്ന് ചറവറ വീഡിയോസ് വരാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് സുഹൃത്തുക്കളെ. ആൻഡ് സോഷ്യൽ മീഡിയയിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള മറ്റൊരു സാധ്യത കൂടിയാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. പൈസ വാങ്ങിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങുന്ന സംഭവത്തെ പറ്റിയിട്ട് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടാവും എന്നുള്ളത് അറിയത്തില്ല. പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അത്തരത്തിലുള്ളൊരു വിഷയങ്ങളും ആൻഡ് കുറച്ചധികം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തൂടെ സംസാരിക്കുന്നുണ്ട്. സംഭവം എന്നുള്ളത് ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഡ്രേക്ക് റമുറായി എന്ന് പറയുന്ന അനന്തു സുൽജിത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കാസറ്റ് ഹക്കീമിനെ പറ്റിയിട്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊരിക്കൽ ഹക്കീം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആക്ടറായിട്ടുള്ള ആന്റണി വർഗീസ് പെപ്പെ ഒരു പെണ്ണ് വിഷയത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ പബ്ലിക് ആക്കിയതിനെ തുടർന്നിട്ട് പിന്നീട് ഈ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് ഈ പെൺകുട്ടി അറിയാതെ ആന്റണി പെപ്പയുടെ കയ്യിൽ നിന്നും ഹക്കീം 10-25 ലക്ഷം രൂപയോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഫോളോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ലീഗലിയും അല്ലാതെയൊക്കെ ഉണ്ടാവാതിരിക്കാനെ കൊണ്ട് അങ്ങനെ ഈ ഹക്കീമിന് പൈസ കിട്ടാനെ കൊണ്ട് ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഹനാൻ ഷാ ആയിരുന്നു എന്നുള്ള ആരോപണമാണ് ഡ്രേക്ക് റമുറായി പറയുന്നത്. അപ്പം ഈ ഹനാൻ ഷായും ആന്റണി പെപ്പയും കൂടെ ആണല്ലോ ഈ അടുത്ത് കാട്ടാൾ എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ടേക്കുന്ന ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആയിരിക്കും ഇവർ തമ്മിലുണ്ടാകുന്ന പരിചയം. പക്ഷേ ഈ പറയുന്ന ഫണ്ട് കാര്യങ്ങളൊക്കെ ആന്റണി പെപ്പെ അയച്ചേക്കുന്നത് നേരെ ഹനാൻ ഷായുടെ അക്കൗണ്ടിലോട്ടല്ല, ഹനാൻ ഷായുടെ ഏറ്റവും അടുത്ത് പരിചയമുള്ള സവാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലോട്ടാണ് ഈ പൈസ അയച്ചേക്കുന്നത്. ഒരു 3 ടൈമിലായിട്ടാണ് അയച്ചേക്കുന്നത്. 7 ലക്ഷം അങ്ങനെയൊക്കെ ആയിട്ടാണ് പൈസ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആദ്യം തന്നെ ഹക്കീമിനെ പറ്റിയിട്ട് ഡ്രേക്ക് ഇട്ടേക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാം. മീറ്റ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം. ബാംഗ്ലൂരിൽ മലയാളി വിദ്യാർത്ഥികളെ ആചാര്യ കോളേജിൽ മാത്രം നടക്കുന്നതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഹക്കീമിനോട് ഞാൻ ലാസ്റ്റ് സമയം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇത് പേഴ്സണൽ പ്രശ്നങ്ങളല്ല ഹക്കീമെ, ഇത് ഹക്കീം ചെയ്ത കോണ്ടന്റുകളാണ് പ്രശ്നം. ആദ്യത്തെ കോണ്ടന്റ് ബാംഗ്ലൂരിലെ RR കോളേജും ആചാര്യ കോളേജിനെയും ചുറ്റി സംബന്ധിച്ച് ഡ്രഗിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹക്കീം ചെയ്ത കോണ്ടന്റ്. ബാംഗ്ലൂർ RR കോളേജ്, സപ്തഗിരി കോളേജ്, ആചാര്യ കോളേജ്, ഈ 3 കോളേജിന്റെ ഇടയിലായിട്ട് ഹക്കീം ചെയ്ത കോണ്ടന്റ്, ഹക്കീമിന് ഡീറ്റെയിൽസ് കൊടുത്തത് ഇവർ 2 ആൾക്കാരായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഹക്കീം കോണ്ടന്റ് ചെയ്യുന്നത്. ബംഗളൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട, 10 കോടി രൂപയുടെ ലഹരി മരുന്നുമായി 2 മലയാളി പിടിയിലായി. ಅಶ್ವಿನ್, ಮುಬೀನಾ എന്നിവരാണ് പിടിയിലായത്. ഡിപ്പാർട്ട്മെന്റ് ഒന്നರಲ್ಲಿ 10 ಕೋಟಿ ಮೌಲ್ಯದ ಡ್ರಗ್ಸ್ ಪತ್ತೆಯಾಗಿದೆ. കോടിക്കണക്കിനുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ നിലവിൽ ഡ്രഗും കാര്യങ്ങളും എല്ലാം ഡീൽ ചെയ്യുന്ന ഈ കുറച്ച് ആൾക്കാരായിരുന്നു. ഈ കുറച്ച് ആൾക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ഹക്കീമിന്, കാരണം ഇത് ഹക്കീമിന്റെ കൂട്ടുകാരാണ്. അടുത്തത് കാസർഗോഡുള്ള കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ കുട്ടി, തിരുവനന്തപുരത്തെ ലക്ഷ്യ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ. ഈ കോണ്ടന്റ് ഹക്കീം ചെയ്ത കോണ്ടന്റ്. ഇതിനകത്ത് 2 മണിക്കൂർ കൊണ്ട് കേരളത്തിൽ ഒരു ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങുകയും അതുപോലെ തന്നെ ഒരു കോർട്ട് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. 2 മണിക്കൂർ കൊണ്ട് കൃഷ്ണപ്രിയക്കെതിരെ ട്രിബ്യൂണൽ കമ്മീഷണർ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അധികം വൈകാതെ കൃഷ്ണപ്രിയ ജയിലിലാണ്. ആ കോർട്ട് ഓർഡർ ഞാൻ ഇവിടെ കാണിക്കാം. ഇങ്ങനെ ഒരു കോർട്ട് ഓർഡർ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഫാബ്രിക്കേറ്റിംഗ് എവിഡൻസ് ഇൻ ദ ടോക്ക് ഓഫ് ഫാബ്രിക്കേഷൻ. ഇത് ഹക്കീം ചെയ്ത വേറൊരു കോണ്ടന്റ് ആണ്. കേരളത്തിൽ 16ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്നത് സെക്സ് റാക്കറ്റും വിസ തട്ടിപ്പാണ്. ഇതിനകത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പേരിൽ പരാതിപ്പെട്ടു എന്ന് പറയുന്ന കേൾപ്പിക്കുന്ന ഒരു പെണ്ണിന്റെ ഓഡിയോ. ഞങ്ങളോടൊന്ന് പെട്ടുപോയി ബ്രോ, എന്താ ചെയ്യേണ്ടത് ഐഡിയ ഇല്ല. സെക്സ് വർക്കിനൊക്കെ പോകാൻ പറയുന്നത്, പിന്നെ ലീഗലി മൂവ് ചെയ്യുന്നത് പറയുമ്പോൾ നാളേക്ക് ശരിയാവും, ചെറിയ ഡിലേ ഉണ്ട്. അത് അങ്ങനെ ഒരു പെണ്ണില്ല. ഹക്കീം അല്ലെങ്കിൽ അതെനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. അങ്ങനെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ യഥാർത്ഥ വോയിസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഇവർ സംസാരിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് പറയട്ടെ, അത് ഹക്കീമിന്റെ വോയിസ് തന്നെ ഹക്കീം പെണ്ണുങ്ങളെ പോലെ ആക്കിയതാ. അല്ലേ ഹക്കീമേ? ഇത് ഹക്കീം ആ ഒരു വീഡിയോക്കകത്ത് വോയിസ് ചേഞ്ച് ചെയ്തിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു പെണ്ണില്ലാന്നും അത് ഹക്കീമിന്റെ വോയിസ് ആണെന്നും അനന്തു സുൽജിത്തിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹക്കീം പറഞ്ഞു കൊടുക്കാതെ അറിയാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. കാര്യം ഇവർ നേരത്തെ നല്ല ചങ്കുചങ്കുമായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റി, അടിച്ച് പിരിഞ്ഞോ, ക്ലാഷ് ആയോ, എന്താ പറ്റിയെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഹക്കീം പറയാതെ ഇത്തരത്തിൽ അനന്തു സുൽജിത്തിന് അറിയാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ആൻഡ് ഹക്കീം ഇത് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ മുമ്പ് ഞാൻ റീസെൻ്റ്ലി ഞാൻ പർപ്പിൾ എന്താണെന്ന് തോന്നുന്നു ആ പയ്യൻ്റെ ഐഡിയുടെ പേര്, അവൻ ഇതുപോലെ കുറച്ച് വീഡിയോസ് ഹക്കീമിനെ പറ്റി ഇടുന്നതായിട്ട് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹക്കീം ഇതുപോലെ ഹക്കീമുമായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഹക്കീം ഇതുപോലെ എന്തോ ഒരു ഇത് പറയുന്നതാണ്. ഞാൻ പറ്റുവാണെങ്കിൽ ആ ഒരു വീഡിയോ ഇങ്ങോട്ടൊക്കെ കൊടുക്കാം. ഇവിടെ നേരെ തിരിച്ച, ഇവിടെ ഞാനേ എനിക്ക് തല്ലുണ്ടാവുമ്പ ഞാൻ പറയേ നീ കഴിക്കള ഞാൻ കഴിക്കള, ഇവിടെ മീൻ കറി വിട്ടുപെടാ കണ്ട ഫണ്ണ് രീതിക്ക്. അതായത് ഇവനായിട്ട് കമ്പനി അടിച്ച് നിന്നാലാണ് ഇവന്റെ സത്യാവസ്ഥ ഇവൻ നമ്മുടെ അടുത്ത് പറയുള്ളൂ. ഒരാളുടെ അടുത്ത് പോയിട്ട് നിന്നെ പറ്റി അറിയാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറഞ്ഞ ഇവന്റെ കാര്യം എന്തെങ്കിലും പറയൂ? ബോധമുള്ളവർക്ക് ചിന്തിക്കേ. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ നോക്കണ ഞാൻ പറഞ്ഞു അതെ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയാന്ന് പറഞ്ഞിട്ട് ഇതിട്ടുട്ടാ ഐമോജി എവിടെ ഫോക്കസ് ഒരു വായ പൊത്തി പിടിച്ചിരിക്കണ സാധനം. അത് കഴിഞ്ഞിട്ട് പറയണോ കേട്ടോ,
അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്കിപ്പോ ആരാ അപ്പുറത്തെ വീട്ടിലാണ് ഇപ്പുറത്തെ വീട്ടിലാണ് ഒന്നും നമുക്കറിയണ്ട. കണ്ട, ഇങ്ങനെ ഒരു സാധനങ്ങൾ അടിച്ചാലാണ് അവ അടുത്തത് പറയുള്ളൂ. മനസ്സിലാവണ്ട? ഇനി അടുത്തത് നമ്മളെ മറ്റേ ഇത് തുടങ്ങിയില്ലേ, മറ്റേ എക്സ്പോസിങ് കണ്ടിട്ട് റീസ്റ്റാർട്ട് ചെയ്തില്ലേ, അത് അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല. ബ്രോ ഇതൊന്ന് മറ്റേ സ്റ്റോറി ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാ, റീലൊന്ന് ജസ്റ്റ് സ്റ്റോറി ഇട്ടല്ലേ, അപ്പൊ ആൾക്കാർക്ക് കാണുമ്പോ ഫേസ് വാല്യൂ കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ കുറെ പേര് അറിഞ്ഞിട്ടുണ്ട്. എനിക്കാകെ ഈ അക്കൗണ്ട് തുടങ്ങിയപ്പോ 100 ഫോളോവേഴ്സ് ആണ് ഉണ്ടായുള്ളൂ. ഇപ്പൊ 250 മറ്റേത് 50K വ്യൂസും കയറി. ഈ സംഭവം ഞാൻ പറയാം. ഇതവ ഇടാണെങ്കിൽ അതായത് ഇപ്പൊ ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാര് ചിലപ്പോ എന്റെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോ ഫോളോ അടിക്കാനും അതേപോലെ തന്നെ. അപ്പൊ ഇതില് ഈ പയ്യൻ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ അടുത്ത് ഈ രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ ഹക്കീമിന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അതേ രീതിയിൽ അങ്ങോട്ട് സംസാരിക്കരുത്. ഇവന് അതിനെക്കാട്ടി കിട്ടില്ല ഈ ചെറുക്കൻ. ഓക്കെ, അങ്ങനെ ഹക്കീമിന്റെ അടുത്ത സംഭവം ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നിലയിൽ നിന്ന സമയത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് മറ്റോ ആയിരിക്കാം, ബഗ്ഗിയേക്കാം. ഇതെല്ലാത്തിനും പുറകെയായിട്ട് ഒരു ഇൻഫ്ലുവൻസർ കുട്ടി അവരുടെ വിഷമത്തിന് ഇരുന്ന് സംസാരിച്ച ഒരു കാര്യം അതും എടുത്തുകൊണ്ട് കോണ്ടന്റ് ചെയ്തു. ആ പെണ്ണിന്റെ കൺസെന്റ് പോലും ഇല്ലാതെ ആ പെണ്ണ് അവസാനം കരഞ്ഞ് കാല് പിടിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ചു. അവസാനം ഞാനാണ് ആ പെൺകുട്ടീനെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തിട്ട് ഇവന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. എന്നിട്ടും യാതൊരു കാര്യം ഹക്കീം ചെയ്തില്ല. കാരണം കോണ്ടന്റ് ആണല്ലോ അവിടെ പ്രയോറിറ്റി. കോണ്ടന്റ് ഇത് ഹക്കീമിന്റെ ഭാഗത്തുനിന്ന് പറ്റിയിരിക്കുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം ഈ ഒരു സീൻ എനിക്കറിയാം. ഈ പറഞ്ഞിരിക്കുന്ന പെൺകുട്ടി എന്റെയും സുഹൃത്താണ്. അപ്പം ആ ഒരു സമയത്തേക്ക് ആ പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെയാണ് ഹക്കീം അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏത് വീഡിയോ ആണെന്നോ ആരാണെന്നോ ഞാൻ പറയുന്നില്ല. കാര്യം ഓൾറെഡി അന്ന് തന്നെ അവർക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അന്ന് അവളുടെ സമ്മതമില്ലാതെ അവൾ വർക്ക് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് ചാനലാണ്. അപ്പം ആ ചാനൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് അവള് ഹക്കീമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹക്കീം ഇതുപോലെ ആ പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ തന്നെ ആ ഒരു വോയിസ് എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെയ്തപ്പോഴത്തേക്കിന് ഈ പറയുന്ന ഏത് ചാനലാണോ അവർക്ക് ഈ സംഭവം ഇതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവർ മനസ്സിലായതിനെ തുടർന്നിട്ട് അവളുടെ ഈ പറയുന്ന പ്രൊഫഷണലി കുറച്ച് സംഭവങ്ങൾ ബാധിക്കുകയും അവളുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ച് ബാധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവള് ആ ഒരു സമയത്തേക്ക് പിറ്റേ മാസം എന്തോ ഹക്കീം ചെയ്ത വീഡിയോ ചെയ്തതിന്റെ പിറ്റേ മാസം എന്തോ അവളുടെ നിശ്ചയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കല്യാണത്തിന്റെ. അപ്പൊ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയൊക്കെ അവൾ സോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഹക്കീമിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വലിയൊരു വീഴ്ച എന്നായിരുന്നു കാര്യം. പിന്നീട് അവനെ വിളിക്കുമ്പോഴത്തേക്കിന് ഫോൺ എടുക്കുന്നില്ല, അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നു, അങ്ങനത്തെ കുറച്ച് സീനൊക്കെ അവള് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഹക്കീമിന്റെ ഭാഗത്തുനിന്ന് പറ്റിയിരിക്കുന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഇതേപോലെ എവിഡൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുകയും സ്വന്തം വോയിസ് എടുത്തിട്ട് പെണ്ണുങ്ങളുടെ വോയിസ് ആക്കുകയും ഒക്കെ ചെയ്യാതിരുന്നിട്ട് ബി ആർ റെസ്പോൺസിബിൾ ക്രിയേറ്റർ ഓൺ ദിസ് പ്ലാറ്റ്ഫോം. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല. ഐ എം ഓൺലി ടോക്കിംഗ് അബൌട്ട് കോണ്ടന്റ് ഹിയർ. ഇത് പ്രൂവ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പാർട്ട് 2 ഞാൻ തരാം ഹക്കീമെ. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. അതെ, സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രമേ പരക്കാവേ. ഈ പറയുന്ന വ്യക്തി എൻ്റെ പൊന്നടാവേ, ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ, ഹക്കീമിന്റെ ഇങ്ങനൊരു വിഷയം കോൾ ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രേക്ക് ഇട്ടേക്കുന്ന ഈ ഒരു വീഡിയോക്കകത്ത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഡ്രേക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ലാത്ത, പൈസയുടെയോ അങ്ങനത്തെ ഒരു സീനും കാര്യങ്ങളും ചെയ്തിട്ടില്ലാത്ത ഒരു ക്ലീൻ വ്യക്തിയാണല്ലോ ഡ്രേക്ക് എന്ന് പറയുന്നത്, അല്ലേ? എന്താണെങ്കിലും ഇതിനകത്ത് ഹക്കീം ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരി സാർ, ആ പിടിച്ചത് എൻ്റെ അമ്മായിയുടെ മക്കളാണെന്ന് കൂടെ പറയാൻ പാടില്ലേ? അല്ല സാർ, എല്ലാം പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഹക്കീമിന്റെ ഭാഗത്തുനിന്ന് അത് പ്രൂവോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഹക്കീമിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ പറഞ്ഞ ഹക്കീം അത് പ്രൂവ് ചെയ്യാത്തടത്തോളം കാര്യം ഇവർ ഒരേ രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഒരേ നീശയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഇവർ ഫ്രണ്ട്സ് ആണെന്നുള്ള സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതുമാണ്. അപ്പം അങ്ങനെയുള്ള നിലയ്ക്ക് അത് പ്രൂവ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കിന് ഹക്കീമിന്റെ ക്രെഡിബിലിറ്റിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. അങ്ങനെ ഹക്കീം ഇതുപോലെ ഫാബ്രിക്കേറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ കേസ് പറഞ്ഞത് ഇനി അടുത്തൊരു വീഡിയോ കൂടെ ഇടുന്നുണ്ട്. അവിടെയാണ് ഈ ഹനാൻ ഷാ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവത്തിൽ ഇടുന്നത്. നമുക്ക് അതുകൂടെ കാണാം. മീറ്റ് ഹനാൻ ഷാ, അബ്ദുൽ ഹക്കീം ആൻഡ് ഷരീഫ് മുഹമ്മദ്. This video is not a defamation. This video talks about serious allegations such as blackmailing, extortion, and hawala money transfers. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടി എടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു ഇതൊരു FIR കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു FIR കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പേനെ കുറിച്ചിട്ട്. എന്നിട്ട് ഈ ഇട്ടിരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. ഹക്കീം
പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പെപ്പയും പിന്നെ ആൾക്കാരുമായിട്ടൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഹക്കീം അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മലയാളത്തിൽ എഴുതി തന്നു, നീ ഇതേപോലെ വോയിസ് അയക്കണം, ഞാൻ അതേപോലെ തന്നെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല, ഞാനും എന്താ വിചാരിക്കുന്ന പൈസ വാങ്ങിക്കത്തില്ല, നമ്മൾ അങ്ങനെ മൈൻഡിൽ പോലും പോകുന്നില്ല ഇങ്ങനെ ഒരു അപ്പൊ സംഭവം. ഈ ഹക്കീം പറഞ്ഞ സാധനം അതേപോലെ വായിച്ചു കൊടുക്കുന്നതിനകത്ത് ഒരു അൾട്ടീരിയർ മോട്ടീവും താങ്കൾക്ക് തോന്നിയില്ലേ? ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇവനെ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഇവൻ എനിക്ക് മുന്നേ അറിയാമായിരുന്നു. ഇവൻ അങ്ങനെ പൈസ വാങ്ങും, ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ വാങ്ങുമെന്ന് എനിക്കൊരു എന്റെ മൈൻഡിൽ പോലും പോകുന്നില്ല. ഇതിനകത്ത് അത് തന്നെയാണ് അവരെ ഞാൻ അത്രത്തോളം വിശ്വസിച്ചു എന്ന് പറയുന്നത്. ഹക്കീമിനെ മുമ്പ് ആ പറഞ്ഞ ആ പെൺകുട്ടിയുടെ കേസിൽ കൺസെന്റ് ഇല്ലാതെ വോയിസ് വെച്ചു എന്ന് പറഞ്ഞേക്കുന്ന നമ്മുടെ ആ ഒരു സുഹൃത്ത്, അവളുടെ കേസിൽ ഇതുപോലെ തന്നെയാണ്. ഹക്കീമിനെ ട്രസ്റ്റ് ചെയ്തിട്ടായിരുന്നു അവൾ ആ കാര്യങ്ങൾ തുറന്നു പറിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു വിഷയത്തിൽ ഹക്കീം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. കാര്യം അവൾക്ക് അത്രത്തോളം ലൈഫിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഒറ്റ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് വിളിച്ചിട്ട് കോൾ പോലും എടുക്കാത്തൊരു സാഹചര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. ഹനാൻ ഷാന്റെ ഫ്രണ്ട് അല്ലേ സവാദ്? അങ്ങനെ എനിക്ക് അതെ അല്ലേ? ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം, വീണ്ടും പോയിരിക്കുന്നത് 7.5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം, പിന്നെ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു. ഈ പറയുന്ന സവാദിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടും കൂടെ കൊടുത്തു. ഈ പോയിരിക്കുന്ന പൈസകളെല്ലാം വൈറ്റ് ആണ്. അതായത് ആന്റണി പെപ്പയുടെ അടുത്തുനിന്ന് 25 ലക്ഷം രൂപ പോയിരിക്കുന്നത് വൈറ്റ് മണിയാണ്. പക്ഷേ ഈ പൈസ പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. ഇത് ദുബായിലോട്ട് പോയി കുറച്ച് ഫണ്ട്, അത് പോയിരിക്കുന്നത് ഹവാല വഴി. ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. സ്നേഹം മാത്രമേ പരക്കാവൂ, സത്യം മാത്രം പറയുന്നൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കണം. അതേപോലെ തന്നെ ഇത്തരത്തിൽ പൈസ വാങ്ങിച്ച് പരിപാടികൾ നടത്താത്തൊരു വ്യക്തി കൂടിയായിരിക്കണം ഇതും അത് പറയുന്നത്. ഓക്കെ, നമുക്ക് ബ്രേക്കിലോട്ട് വരാം. അതിന് മുന്നേ ഹക്കീമിൻ്റെ കാര്യം പറയുമ്പോഴേക്ക് ഞാനിതാണ് തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ സോഷ്യൽ മീഡിയയുടെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മളായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കുകയോ ചെയ്യുക. അതായത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പബ്ലിക്കിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് അയാൾക്ക് വലിയ പ്രോബ്ലം ആയിട്ട് മാറുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, അതിൻ്റെ കുറച്ച് എവിഡൻസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. എന്നിട്ട് സോഷ്യൽ മീഡിയയിലോട്ട് നമ്മൾ ചെറിയൊരു ബോംബ് പൊട്ടിക്കുന്നു, രണ്ടാമത് തൊട്ടടുത്തൊരു ബോംബ് പൊട്ടിക്കുന്നു, മൂന്നാമത് വലിയൊരു ആറ്റം ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അയാളെ ത്രെറ്റനിങ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ ഇടണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ എനിക്ക് പൈസ തരിക എന്ന് പറഞ്ഞ് വാങ്ങുന്നൊരു പരിപാടി. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഹക്കീം ഇത്തരത്തിൽ ആ ഒരു പെൺകുട്ടിയുടെ ട്രസ്റ്റ് പിടിച്ചു പറ്റിയിട്ടാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടി പോലും പറയുന്നത് ഹക്കീം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നുള്ളത് വിചാരിച്ചില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ഹക്കീം അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാര്യം ആ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ആ പെൺകുട്ടീനെ കരുവാക്കിയിട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യമല്ലേ. ഇതിനകത്ത് ഹനാൻ ഷായുടെ ഇൻവോൾവ്മെന്റ് പറയുമ്പോഴത്തേക്കിന് ഈ ഹനാൻ ഷായ്ക്ക് പരിചയമുള്ള വ്യക്തിയാണ് ഈ സവാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സവാദിനെ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഈ ആന്റണി പെപ്പയ്ക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹനാൻ ഷാ ത്രൂ ആയിരിക്കുമല്ലോ അറിയുന്നുണ്ടാവുക. ചിലപ്പോൾ ഈ ഒരു സെറ്റിലോട്ട് പോകുന്ന സമയത്ത് സിനിമയുടെ ഷൂട്ടിംഗ് ടൈമിലോ അങ്ങനെ ആ ഒരു കോൺടാക്ട് വെച്ചിട്ട് സവാദിനെ പുള്ളിക്ക് പരിചയം ഉണ്ടായിരിക്കാം. ഇത്തരത്തിൽ ഹനാൻ ഷാ അറിയാതെ ഇത്തരത്തിൽ ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ഡീലിങ്സ് നടന്നോ അറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നതിനെ തുറന്നിട്ട് ഈ ഒരു വീഡിയോ ഡ്രേക്കിന്റെ യൂട്യൂബ് ചെയ്ത് ടേക്ക് ഡൗൺ ആക്കി കളഞ്ഞിട്ടുണ്ട് ഹനാൻ ഷായുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തൊപ്പി ഇരുന്ന് ഇത് ആഘോഷിക്കുന്നുണ്ടായിരിക്കും. കണ്ടില്ലേ ഇവിടെ ഹനാൻ ഷായി എന്നാണ്ടാ ഏറി കയറിയടാ ഡ്രേക്ക് വന്ന് രക്ഷിച്ചിടാ, അത് തൊപ്പി ഇപ്പോൾ അവിടെ കിടന്ന് ഒരു സൈഡിൽ കിടന്ന് ഒളിവിൽ പോയേക്കുന്ന തൊപ്പി കിടന്ന് പറയുന്നുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ ഹക്കീമിൻ്റെ മേലെ ആരോപിച്ചേക്കുന്ന ഈ ഒരു കാര്യം ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. മുമ്പ് എനിക്കൊരു വീഡിയോ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവത്തെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാം. തമിഴ് ഇൻഡസ്ട്രിയിൽ അവിടെ ഇത്തരത്തിൽ പണ്ട് കൂടുതലും ഇപ്പോഴല്ലേ സോഷ്യൽ മീഡിയാസ് കാര്യങ്ങളൊക്കെ വന്നത്. ഇതിന് മുന്നേ ഒക്കെ തന്നെ മാഗസീന്, പത്രം ഇതൊക്കെ ആയിരുന്നല്ലോ കൂടുതലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ ഉണ്ടായിരുന്നു, ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ജേർണലിസ്റ്റിൻ്റെ പരിപാടി, അയാൾക്ക് സ്വന്തമായിട്ടൊരു മാഗസീൻ ഉണ്ട്. ഈ മാഗസീനിൽ പച്ച അപരാധങ്ങൾ മാത്രം പടച്ചുവിടുന്ന ഒരു മാഗസീനാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇത് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച് പോകുന്നൊരു മാഗസീനാണ്. കുറേ ഗോസിപ്പുകളും കുറേ പോയ മസാലയൊക്കെ കയറിയിട്ട് പോകുന്ന സാധനമാണ്. ജെനുവിനായിട്ട് പോകുന്ന സാധനങ്ങൾക്കാണെങ്കിൽ അത്രയും വിറ്റുവരവില്ല. പക്ഷേ ഇയാളുടെ ഇതിന് മാത്രം കൂടുതൽ വിറ്റുവരവുണ്ട്. ആളുകൾ ഇത് വായിക്കുന്നുണ്ട്. കുറേ ആൾക്കാരാണെങ്കിൽ പച്ചക്കള്ളമാണെങ്കിലും പല ആളുകൾക്കും കേൾക്കാൻ ഒരു സുഖം എന്നുള്ള നിലയിലോട്ട് ഈ സാധനങ്ങൾ വാങ്ങുന്നു. ആ ഇൻഡസ്ട്രിയിലുള്ള പല ആക്ടേഴ്സിൻ്റെ ലൈഫിലോട്ട് ഇത് മോശമായിട്ട് ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇയാളെ പലർക്കും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇയാൾ പറയുന്ന ആൾക്കാരെ പറ്റിയിട്ട് മാഗസീനിൽ ഓരോ ലേക്ക് എഴുതി വിടണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ലക്ഷം രൂപ ഇയാൾക്ക് കൊടുക്കണം. അയാളുടെ പേര് കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. അപ്പം ഇത്ര ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഇയാൾ എഴുതൂല. ഇത്തരത്തിൽ ഇത് വിസമ്മതിച്ചേക്കുന്നത് ഇങ്ങനെ ഓരോ ആൾക്കാരെ ഇയാളെ ഭീഷണിപ്പെടുക്കും. അങ്ങനെയാണ് ഇയാൾ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്തൊരു ആക്ടറിനെ, അവിടുത്തെ പ്രമുഖനായിട്ടുള്ളൊരു ആക്ടറിനെ, അയാളുടെ പേര് ഞാൻ പറഞ്ഞത് പണ്ടത്തെ ഒരു ആക്ടറാണ്. അപ്പം ആ ഒരു ആക്ടറിനെ ഇതുപോലെ ത്രട്ടൺ ചെയ്തു. പക്ഷേ അയാൾ ഒരു കൂസലും ഇതിനകത്ത് കാണിച്ചില്ല. ഇയാളെ പറ്റിയിട്ട് കുറേ സാധനങ്ങൾ ഇയാൾ പച്ചവരാതങ്ങൾ പച്ചക്കള്ളങ്ങൾ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ആക്ടറിന്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന കുറേ ഇഷ്യൂസും പിന്നെ ഇതുകൂടെ എല്ലാം സമം ചേർന്ന് വന്ന് ലാസ്റ്റ് ജീവിതം തന്നെ മൊത്തത്തിൽ ഇല്ലാണ്ടായി പോകുന്ന തരത്തിലോട്ട് കുറേ സംഭവങ്ങളൊക്കെ, കരിയർ മൊത്തത്തിൽ ഡ്രോപ്പ് ഔട്ടായി. ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങി തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോലും പുള്ളിയുടെ കരിയർ മാറിപ്പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പം അന്നത്തെ കാലം തൊട്ട് തന്നെ അല്ലെങ്കിൽ മാഗസീൻ ഉള്ള കാലം തൊട്ട് തന്നെ ഈ എഴുത്ത് പരിപാടി ഉള്ള അന്ന് തൊട്ട് തന്നെ ഇത്ര സംഭവങ്ങൾ നടന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒരു റൂട്ട് ഒന്ന് ഒരിത്തിരി മാറ്റി വന്നു എന്നുള്ളതാണ് ഇവിടെ. ഇനി ഇതിനകത്ത് ഡ്രേക്കിൻ്റെ സീൻ പറയുമ്പോഴത്തേക്കിന് ഡ്രേക്ക് ഇതിനകത്ത് സത്യം മാത്രം പറയുന്ന, പൈസ ഒന്നും വാങ്ങാതെ അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കഥയും ചൊല്ലട്ടുമാ. இந்த കഥയുടെ പേരാണ് ടാൽഡ്രോപ്പ്. ടാൽഡ്രോപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡ്രേക്ക് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പം ഡ്രേക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോംബ് പൊട്ടിക്കുന്നു, രണ്ടാമത്തെ ഒരു ബോംബ് പൊട്ടിക്കുന്നു, മൂന്നാമത്തെ ആറ്റം ബോംബ് ഞാൻ പൊട്ടിക്കണ്ടെങ്കിൽ 10 ലക്ഷം രൂപ തരിക എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. അത്ര അറിഞ്ഞാൽ മതി. എന്താണെങ്കിലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡ്രേക്ക് ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, നമുക്ക് അതുകൂടെ കാണാം. ഹനാൻഷന്റെ സ്റ്റോറി രാവിലെ ഇട്ടു എന്ന് പറഞ്ഞിട്ട് കുറെ ബോട്ട് അറ്റാക്ക് എനിക്ക് എന്റെ അക്കൗണ്ടിലോട്ടുണ്ടായി. അതിനുശേഷം എന്റെ ഡെത്ത് ത്രെറ്റ്സുകൾ, തെറി വിളികൾ, ഇങ്ങനെ ബഹളം. എന്തുകൊണ്ട് ഞങ്ങളുടെ മലപ്പുറം അർജിത് സിംഗിനെ നിങ്ങൾ തെളിവില്ലാതെ നിങ്ങൾ ഡിഫെയിം ചെയ്യാൻ വേണ്ടി നോക്കുന്നു? ഇല്ല, മലപ്പുറം അർജിത് സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഓൾറെഡി ഹനാൻഷയുടെ അടുത്ത് മുമ്പ് പല കോണ്ടന്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹനാൻഷയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഹനാൻഷനെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ഹേറ്റേഴ്സ് ഉണ്ട്. അവർക്ക് എന്താണെങ്കിലും നല്ല ചാകരയാണ് ഹനാൻഷനെ പിടിച്ച് ഏറി കയറ്റാനെ കൊണ്ടുള്ള. എന്താണെങ്കിലും അനന്ത് സുൽജിത്ത് ബാക്കി പറ. വ്യക്തമായിട്ട് തെളിവ് വെച്ചിട്ടായിരുന്നു ആ ഒരു സ്റ്റോറി ഇട്ടത് പോലും. ഇതിനെ സംബന്ധിച്ച് ഹനാൻഷയോട് ഞാൻ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കി, പുള്ളിക്കാരന്റെ ഭാഗത്ത് കോൺടാക്ട് ഇല്ലാത്തത് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നോക്കാറുണ്ട് എന്റെ അക്കൗണ്ട് ഹാക്ക് ആയി ശ്രമിക്കുന്നു, എന്റെ അക്കൗണ്ടിൽ ബോട്ട് കയറുന്നു. ഇതൊന്നും ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല ഒരു അക്യൂസേഷൻ സംസാരിക്കാൻ നേരത്ത്. ആൻഡ് ഫൈനലി എന്റെ പ്രൂഫുകളെല്ലാം വെച്ചിട്ട് എനിക്ക് പറയാനുള്ള സാധനം ഞാൻ പറഞ്ഞു. ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവും ഇത് നടന്ന കാര്യമാണ്. ബുദ്ധിയില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ എന്റെ അടുത്ത് പേഴ്സണൽ DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ഉത്തരം തരാം. ട്രാൻസാക്ഷൻ ID ഇതൊന്നും നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇടാൻ പറ്റാത്ത സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ട്രാൻസാക്ഷൻ ID സാധനങ്ങളൊന്നും കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ ഇവര് പറയട്ടെ, ഇവര് വന്ന് തെളിയിക്കട്ടെ. ഹനാൻഷായും എന്റെ കാസറ്റും വന്ന് പറയട്ടെ ഇങ്ങനെ സാധനം നടന്നിട്ടില്ലെന്ന്. അപ്പൊ ഞാൻ പാർട്ട് 2 പാർട്ട് 3 തരാം. ഞാൻ പറയട്ടെ. ഇവിടെ പെട്ട് കിടക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനാൻഷയാണ്. കാര്യം ഹനാൻഷയുടെ പേരും കൊണ്ട് വലിച്ചിട്ടപ്പോൾ ഇനി ഹനാൻഷയ്ക്ക് വന്ന് ഇത് തുറന്ന് പറയേണ്ടുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ഇതിനകത്തുള്ള റിയാലിറ്റി? അല്ലെങ്കിൽ ആൾക്കാരിലോട്ട് പല ആൾക്കാരും ഇപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഹനാൻഷയ്ക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെ. ഹനാൻഷയ്ക്ക് ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല. ഹനാൻഷ ഇതിനകത്ത് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ഹനാൻഷ അതിനൊരു എക്സ്പ്ലനേഷൻ പറയുന്നത് ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ ഹനാൻഷയെ ആളുകൾ സംശയത്തിന്റെ നിലയിൽ മാത്രമേ കാണുകയുള്ളൂ. കാര്യം ഹനാൻഷയുടെ പേര് പറയുമ്പോൾ പോലും ഈ പൈസ വന്നേക്കുന്നത് ഹനാൻഷയുടെ അക്കൗണ്ടിലോട്ടൊന്നും അല്ല. എന്താണെങ്കിലും ഇതിനകത്ത് പറയുമ്പോൾ ഹക്കീം ഇതിന്റെ ഒരു സ്റ്റോറി ആയിട്ട് ഇതിനൊരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഹക്കീം പറഞ്ഞ് നമുക്ക് കേൾക്കാം. എനിക്ക് അനാവശ്യമായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിൽ കൊടുന്ന് ചർച്ച ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. തമ്മിൽ തല്ലുകൂടുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് വേറെ കാര്യം പറയുള്ളത്, സവാദ് ഈസ് ഇന്നസെന്റ്. ഓക്കെ, ഹനാൻഷ ഇന്നസെന്റ് ആണ്. ഇതിലിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ മാത്രമാണ്. അത് അവർ തെളിയിക്കേണ്ടതാണ്. ഞാനാണ് വാങ്ങിയെന്ന് പറയുന്നത്. ഞാൻ വാങ്ങിയെന്ന് അവർ തെളിയിക്കട്ടെ. ലെറ്റ് ദം ഡു. ആ പയ്യന്മാരൊന്നും ചെയ്ത്. ഹനാൻഷയ്ക്കും സവാദിനകത്ത് ബന്ധമില്ല എന്ന് പറയുമ്പോൾ, ഇതിൽ ബന്ധമില്ല എന്ന് പറയുമ്പോൾ അപ്പം അതിൽ എന്തൊക്കെ ഇല്ലേ? കാര്യം ഇതിനകത്ത് ഹക്കീം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഹക്കീം അങ്ങനത്തിലുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല. അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ഹക്കീം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പറയാതെ പറയുകയല്ലേ ഇവിടെ ഈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഇപ്പം ഹനാൻഷായും സവാദ് ഇതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ഹനാൻഷായ്ക്ക് എന്താണെങ്കിലും കരിയറിൽ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനം തന്നെ ആയിരിക്കും. ഹനാൻഷായ്ക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതിനകത്ത് ഹനാൻഷായും സവാദും ഇതിനകത്ത് ഇല്ല എന്ന് പറയുമ്പോൾ ഇത് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഒരു ഇത് വല്ലാത്തൊരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു ഇത് പറയുമ്പോഴത്തേക്കിന് അതിലെന്തോ ഒരു ഇല്ലാതില്ലേ എന്നുള്ളതാണ്. എന്നാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഹക്കീം ഒരു കേസ് കാര്യങ്ങളൊക്കെ ഡ്രേക്കിനെതിരെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൽ ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം. എന്താണെങ്കിലും ഇതിന് ശേഷം അനന്ത് സുൽജിത്ത് പറയുന്ന ബാക്കി കാര്യങ്ങളോടെ കേൾക്കാം. ഹനാൻഷയും ഹനാൻഷയുടെ ടീമും എന്റെ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തു. സോ അതിനർത്ഥം ഇത് ചിലപ്പോൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റിമൂവ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്റെ അക്കൗണ്ട് ഡിസേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്തെങ്കിലുമൊക്കെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിക്കുക. സ്നേഹം പറയട്ടെ. തൊപ്പിയുടെ ആ സീൻ വന്നപ്പോഴും ഇതുപോലെ മറ്റേ ഷമീറൊക്കെ വന്നിട്ട് ഹനാൻഷയുടെ ബ്ലോഗിനകത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടിനെ പറ്റിയിട്ട് അപരാധം വിളിച്ച് പറഞ്ഞിരിക്കുന്ന സംഭവം കാണിച്ചപ്പോൾ അതിന് ഇതുപോലെ സ്ട്രൈക്ക് കൊടുത്തിട്ട് ടേക്ക് ഡൗൺ ഹനാൻഷ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഹനാൻഷനെ പറ്റിയിട്ട് വന്നപ്പോഴത്തേക്കിന് ഇതിനകത്ത് കൂടുതൽ തലയിടാൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അതല്ല, എന്താണെങ്കിലും ഹനാൻഷയുടെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും വരേണ്ടെന്ന് തന്നെയാണ്. ഹനാൻഷ ഇതിനകത്ത് ഗിൽറ്റി ഹനാൻഷയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഹക്കീം ഇതിനകത്ത് പറയുന്നത് വെച്ചിട്ട് ഹക്കീം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പൈസയുടെ അവിടെ കുറച്ച് പരിപാടികൾ നടന്നതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഹക്കീമിനത് എതിർക്കാമല്ലോ. ഹക്കീം ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് ഹക്കീം പറയൂ, എവിടെയും സഹിതം ഹക്കീം പറയോ, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയുമ്പോഴും ഹക്കീമെ അനന്തു സുൽജിത്ത് ഹക്കീമിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലേ അനന്തുവിന്റെ കാര്യങ്ങളൊന്നും? അതൊക്കെ അറിയണം. അത് അതിനെക്കാട്ടി കിടിലോട്. ഞാൻ എന്റെ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന പോയിന്റ്, എന്റെ കാസറ്റ് എന്ന് പറയുന്ന അബ്ദുൾ ഹക്കീം 25 ലക്ഷം രൂപ ആന്റണി വർഗീസ് പെപ്പനെ എക്സ്റ്റോർട്ട് ചെയ്തിട്ട് മേടിച്ചു. ഇതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനാൻഷ ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുണ്ട്. അതിപ്പോ ചിലപ്പോൾ അബ്ദുൾ ഹക്കീം പറഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ആന്റണി വർഗീസ് പെപ്പയുടെ ടീമുകളോ പറഞ്ഞിട്ടായിരിക്കാം.
മൂന്നാമത് ഇതിനകത്ത് ഞാൻ ഷെരീഫ് മുഹമ്മദിനെ പറഞ്ഞിട്ടുണ്ട്. അതായത് മാർക്കോന്റെ പ്രൊഡ്യൂസറും ഇതേപോലെ കാട്ടാളന്റെ പ്രൊഡ്യൂസറും ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെയും ടീമിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ആൾക്കാർ എന്റെ അടുത്ത് ചോദിക്കുന്നത് ഇതിനകത്ത് എന്താണ് ഇവരെയൊക്കെ വിളിച്ച് വരുത്തേണ്ട കാര്യം എന്ന് ചോദിക്കുന്നു. ഇതാണ് ഇതിനകത്തുള്ള കാര്യം. ഇനി ഇവർ പൈസ മേടിച്ചിട്ടില്ല എന്ന് ഹനാൻ ഷാന്റെ ആൾക്കാരും ഹനാൻ ഷാന് ഇതിനെക്കുറിച്ച് അറിയത്തില്ലെന്ന് ഹനാൻ ഷാൻ ഒന്നെങ്കിൽ പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഷെരീഫ് ഇതൊന്നും കൊടുത്തിട്ടില്ലെന്ന് ഷെരീഫും പറയണം, പൈസ കൊടുത്തിട്ടില്ലെന്ന് പെപ്പയും പറയണം. സ്നേഹം പറയട്ടെ. ഇത്രയും വലിയ രീതിയിൽ ഇത്രയും വലിയൊരു അലിഗേഷൻ ഇവർക്കെതിരെയൊക്കെ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹനാൻഷയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ വരേണ്ടുന്നത് തന്നെയാണ്. അത് പറയുക എന്നുള്ളത് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പൈസ ഒക്കെ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇവിടെ പ്രൂഫ് സഹിതം കാണിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹനാൻഷ അത് വന്ന് തുറന്ന് പറയേണ്ട ഒരു സാധനം തന്നെയാണ്. ഹനാൻഷയ്ക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി കേൾക്കാം. കൂട്ടം ആൾക്കാർക്കെങ്കിലും ഹനാൻഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ലോ മോഷനിൽ നടന്ന് നല്ല രീതിയിലൊന്ന് ചിരിച്ച് കുറച്ച് ഓഡിയൻസ് പുറകിലുണ്ടെന്ന് കാണിച്ച് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കാണിച്ചു തരുന്ന ഒരു ഹാർട്ട് ഫെൽറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ ഹനാൻഷയുടെ പേരിൽ എതിരെ കോണ്ടന്റ് ചെയ്തെന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ആ പയ്യനെ ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഹനാൻഷ ആ ഒരു കൊച്ചു ചേർക്കല് തള്ളി വിട്ടിട്ടുള്ള ഒരു ബുള്ളിങ് ഉള്ള ഒരു സാധനമുണ്ട്. ആ ചെയ്യുന്ന വ്യക്തിയാണ് നിലവിൽ ഹനാൻഷ ചെയ്തു എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ സാധനത്തിനകത്ത് സ്വന്തമായിട്ട് അക്കൗണ്ടബിലിറ്റി പോലും ഏറ്റെടുക്കാതെ ഈ അക്കൗണ്ട് ഇതേപോലെ കമന്റും ഡിലീറ്റ് ചെയ്ത് നിൽക്കുന്നത്. ചിന്തിക്കുക, എല്ലാവർക്കും എല്ലാ രീതിയിലും ഈ പറയുന്ന പോലെ വേദനകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. തെളിവ് സഹിതം തന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു കുന്തവും ഇല്ലാതെ ഒരു കൊച്ചു പയ്യനെ അന്ന് കഴിവേറ്റിയപ്പോൾ ഇതൊന്നും ചിന്തിച്ചില്ലായിരുന്നു. അന്ന് ബുള്ളിങ് ഇല്ലായിരുന്നു, അന്ന് ഹറാസ്മെന്റ് ഇല്ലായിരുന്നു ഹനാൻഷ. എടാ ഇതൊക്കെ ഏത് ചെറുക്കനിടാ? ഇത് ഏതായി ചെറുക്കൻ? എനിക്ക് ഈ സംഭവം എനിക്കറിയത്തില്ല കേട്ടോ, സീരിയസ്ലി എനിക്കറിയത്തില്ല. ഇതേതായി ചെറുക്കൻ? എന്താണെങ്കിലും ഇത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പാർട്ട് 3 ലോഡിങ്. അളിയൻ്റെ കുറിപ്പൈസ എന്തിനാ മോനെ ഷെരീഫ് അയക്കേണ്ടത്? ഹനാൻഷ സവാദിൻ്റെ അളിയനാണോ? ക്യൂബ്സ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് അനന്തു മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നതാണ്. ആരുമായിട്ടാണ് സംസാരിക്കുന്നത് നമുക്കറിയില്ല. നമുക്ക് ആ വോയിസ് കേൾക്കാം. ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ സവാദിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം കൺഫേം വേണ്ടി വിളിച്ചതാണ്. എല്ലാ ഒരു ബ്ലാക്ക് മണിയുടെ ഒരു കേസിന്റെ ഒരു സാധനം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് സവാദിന്റെ അക്കൗണ്ടും ആ അക്കൗണ്ടിനകത്ത് നിങ്ങളുടെ അതിനകത്തോട്ട് കുറച്ച് ട്രാൻസാക്ഷൻസ് കണ്ടു. അപ്പോ 7.5 ആയിരിക്കണം. അളിയൻ കുറി വിളിച്ച പൈസയാണ്. ഈ കുറി പിടിച്ച സാധനം ഒരു മെന പിടിച്ച സാധനമാണ്. എന്താണെങ്കിലും തലയ്ക്കും ഇതേ വലിയൊരു വള്ളിയാണ് വന്ന് വീണേക്കുന്നത്. ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിൽറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വന്ന് തെളിയിക്കൂ. നിങ്ങൾ കുറ്റക്കാരനല്ലെങ്കിൽ അത് വന്ന് പറയൂ. നിങ്ങൾ പ്രൂഫ് സഹിതം കാണിക്കൂ. ഇത് അങ്ങനെയാണെന്നുള്ളത് കാണിക്കൂ. ഇതല്ല അനന്തുവിന്റെ ഭാഗത്തു നിന്നാണ്, അനന്തു ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയോ. അങ്ങനെ ഉണ്ടെങ്കിൽ എവിഡൻസ് കാണിക്കൂ. ഡ്രേക്ക് നിങ്ങൾ അതിന്റെ ഈ പറയുന്ന ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന ഇത്ര രൂപ ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ള എവിഡൻസ് കാണിക്കൂ. നിങ്ങൾ അങ്ങോട്ട് പറയൂ. നമുക്ക് ഈ യൂണിവേഴ്സ് വലിയൊരു യൂണിവേഴ്സ് ആക്കാം. മാന്യമായിട്ടായിരുന്നു ഞങ്ങൾക്ക് സംസാരിച്ചതും കാര്യങ്ങളൊന്നും അന്വേഷിച്ചതും. ഞാൻ വെറുതെ തട്ടിക്കറങ്ങൊന്നും വന്നിട്ടില്ല. ഞാൻ ആ ഒരു സ്പേസ് തന്നിട്ടാണ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾക്കും ഒക്കെ എന്റെ അക്കൗണ്ട് ഡിസേബിൾ ചെയ്യിപ്പിക്കണം, വീഡിയോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. നോട്ട് പോയിന്റ് കേട്ടോ. ശരി. ഹനാൻ ഷാന്റെ അടുത്ത് പുള്ളി വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫോൺ എടുത്തില്ല. അപ്പോൾ ഹനാൻ ഷാ പറഞ്ഞത് എൻ്റെ ബ്രദേഴ്സ് എയർപോർട്ടിലേക്ക് ട്രാവൽ ചെയ്യണം, സോ അതിൻ്റെ ഇടയിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ സീനൊക്കെ ആയിരിക്കും. അപ്പോൾ ക്യാൻ ഐ ഹാവ് എ വേർഡ് വിത്ത് യു ഇഫ് യു ആർ ഫ്രീ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് മിസ് കോൾ ചെയ്തേക്കാണ് ഡ്രേക്ക്. പക്ഷേ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഈ വിളിച്ചേക്കുന്നത് ഈ കാര്യം പറയാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഹനാൻ ഷായുടെ നിങ്ങളുടെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്ന പറയാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? എന്താണെങ്കിൽ ഇത് കഴിഞ്ഞുള്ള അടുത്തൊരു സ്റ്റോറിയും കിട്ടിയിട്ടുണ്ട്, നമുക്ക് അത് കാണാം. ഒരു സ്റ്റോറിയിൽ പറയുകയാണ്, അതായത് ഹനാൻ ഷായ്ക്കും സവാദിനും ഒന്നും ഇൻവോൾവ്മെന്റ് ഇല്ല, പ്ലീസ് നിങ്ങൾ അവരെ വെറുതെ വിടണം. ഇത് നമ്മൾ നേരത്തെ കണ്ട ഹക്കീമിന്റെ സൈഡിൽ നിന്ന് കേട്ട സംഭവം, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് എന്റെ അക്കൗണ്ടിലോട്ടല്ലേ. പിന്നെ പെപ്പയുടെ എന്താ പറയുന്നത്, പെപ്പയ്ക്ക് എന്താ വയ്യേ പൈസ അയച്ചു കൊടുക്കാൻ സവാദിന്? ഏത് സവാദിന് പെപ്പയ്ക്ക് എങ്ങനെ അറിയാം? എന്ത് ലോജിക്ക ഈ പറയുന്ന സവാദ് ഏത് വണ്ടിയിൽ ഇരുന്നിട്ടാണ് ക്യാഷ് മേടിച്ചതെന്നും ഏത് വണ്ടിയിൽ നിന്നാണ് കൊടുത്തതെന്നും പറയണോ? ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. ഞാൻ മൊത്തം കാര്യം ഇതിനകത്ത് പറയാത്തതിന്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരാളുടെ വെറുതെ ഒരു മ്യൂസിക് ഭാവി കളയായിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെയും കിടന്ന് ചൊറിഞ്ഞു വേണ്ടി വരരുത് കേട്ടോ. കുറെ ഹവാല ഇടപാടുകൾ അവന്റെ. ഓക്കെ, അപ്പം കുറച്ചധികം സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ഡ്രേക്ക് പറയുന്നത്. അപ്പം ഇങ്ങനെയൊന്നുമല്ല, ഡ്രേക്ക് ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ട് ഈ സാധനങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് ഹനാൻ ഷാ, ഹക്കീം, സവാദ് നിങ്ങളാരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തുറന്നു പറയോ നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല എന്ന്. അല്ലാത്ത പക്ഷം നിങ്ങൾ ആളുകളുടെ മുന്നിൽ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ ആയിരിക്കും. ഇവിടെ എന്താണെങ്കിൽ ഇത്രയും സംഭവം ഇങ്ങനൊരു വീഡിയോ വന്ന് ഇത്രയും ആളുകൾക്കിടയിലോട്ട് എത്തിയിട്ടുണ്ട്. ഈവൻ നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ പോലും ഇതൊക്കെ സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചാനലിൽ കാണത്തില്ല. അതർവൈസ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വന്ന് തുറന്നു പറയൂ, നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയൂ.
എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതർവൈസ് നിങ്ങൾ ഇപ്പോഴും സംശയത്തിന് നിഴൽ തന്നെ ആൾക്കാർക്കിടയിലോട്ട് നിൽക്കും എന്നുള്ളത് തന്നെയാണ്. കുറേ ട്രോൾസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ തൊട്ട് പുറകെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തത് കാണാം. സൈബറിലേക്ക് ഒരു മെയിൽ, ഇത് തെളിവാണ്, ഇത് ഡിലീറ്റ് ചെയ്തത്. ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ കോടതിയിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു സൈബറിലേക്ക് ഒരു മെയിൽ. കമ്മിങ് ടു ദ പോയിന്റ്, എനിക്ക് ഹനാൻഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. ഹനാൻഷന്റെ അടുത്ത് ഞാൻ എന്റെ വീഡിയോക്കകത്ത് പരാമർശിച്ചിരിക്കുന്നത് ഒരു മീഡിയേറ്റർ ആണ് ഇദ്ദേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് പൈസക്ക് മേടിച്ചതിന്റെ തെളിവും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും എല്ലാ പ്രൂഫ് എന്റെ ഉണ്ട്. സോ ഇത് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല ഹനാൻഷയ്ക്ക്. സോ ഇതാകെ ചെയ്യാനുള്ളത് അതെ വാങ്ങിച്ചു, ഞാൻ ഇതിനകത്ത് മീഡിയേറ്റർ മാത്രമായിരുന്നു, എനിക്ക് ആ പൈസ കിട്ടിയിട്ടില്ല എന്ന് മാത്രം പറയേണ്ട ആവശ്യമുള്ളൂ ഹനാൻഷയ്ക്ക്. പക്ഷെ പറയാതിരുന്ന് എന്റെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ വായിച്ച് ഏതെങ്കിലും മീഡിയന്റെ അടുത്ത് ആൾക്കാരുടെ അടുത്തും പോയി എന്റെ 11ാം ക്ലാസ്സിലെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് എന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പത്രക്കട്ടിങ് കൊണ്ടുവന്ന് ഇതിനൊന്നും ആവശ്യമില്ല. ബി വെരി ട്രൂത്ത്ഫുൾ ടു യുവർ ഓഡിയൻസ്. സ്നേഹം. ഈ ട്രൂത്ത്ഫുൾ അത് പറയുന്ന കേൾക്കുമ്പോഴാണ് എൻ്റെ പൊന്നു ഡ്രേക്കിൻ്റെ പല സാധനങ്ങളും എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഈ പഴയ സാധനങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ പഴയ വിഷയങ്ങൾ ഡ്രേക്കിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡ്രേക്ക് എത്രത്തോളം ട്രൂത്ത്ഫുൾ ആയിരുന്ന ആൾക്കാർക്കിടയിൽ. ഡ്രേക്കിൻ്റെ അടുത്ത് സുഹൃത്തായിരുന്ന ഷസാം പോലും പണ്ടിരിക്കെ ഇത്തരത്തിൽ മാറ്റി പറഞ്ഞേക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ട്രൂത്ത്ഫുൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ ഉന്നയിച്ചേക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ ഇവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ കേസിൽ ഒരു പെൺകുട്ടിയുടെ ആ ഒരു സിറ്റുവേഷനെ മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ പൈസ അടിച്ചു മാറ്റി അല്ലെങ്കിൽ അങ്ങനെ തട്ടിയെടുത്തൊരു സീൻ എന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ വന്ന് തെളിയിക്കേണ്ട സാധനം തന്നെയാണ്. പക്ഷേ ഡ്രേക്ക് ട്രൂത്ത് ആവണം, സത്യം മാത്രമേ പറയാവൂ എന്ന് പറയുമ്പോൾ സത്യം മാത്രം പറയുന്നൊരു വ്യക്തി ആയിരിക്കണം. എനിക്ക് അത്രയേ ഉള്ളൂ. ഒരു സ്റ്റോറികളുണ്ട്. Their team will take down the video and they will say Kerala police took down the video. പിന്നെ തൊപ്പിയല്ല ഞാൻ, വീഡിയോ പോയാൽ ഫുൾ പ്രൂഫുമായി പ്രസ് മീറ്റിൽ കാണാം. അപ്പം പ്രൂഫ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത്ര സ്ട്രോങ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് പറയൂ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് കൊടുത്തേക്കുന്ന ഒരു കേസ് അങ്ങോട്ടേക്കും കൊടുത്തിട്ടുണ്ട്. അത് ഇതൊക്കെ ആണെങ്കിൽ ആകെ മൊത്തം ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ ഹനാൻഷ ഇതിൻ്റെ മറുപടി പറയുമോ, ഹക്കീം ഇതിൻ്റെ മറുപടി പറയുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഹക്കീമിൻ്റെ ആ ഒരു സ്റ്റോറി കണ്ടത് വെച്ചിട്ട് ഈ പറഞ്ഞതിൽ എവിടേക്കോ എന്തൊക്കെയോ ഉള്ളതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. സ്വാഭാവികമായിട്ടും ഹക്കീം എന്തെങ്കിലുമൊക്കെ ഡ്രേക്കിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും ഡ്രേക്ക് ഇത് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഇവർ കുറേ സ്റ്റോറി ഇടുമ്പോൾ ആൾക്കാർക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻസ് എത്തിച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടുള്ളതായിരിക്കാം. ഇത് പറയുമ്പോൾ ഗൈസ്, ഈ ഒരു യൂണിവേഴ്സിൽ ഒരാളുടെ സൈഡ് പിടിക്കല്ലേ. നിങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഡ്രേക്കിൻ്റെ ഭാഗത്താണ്, ഞങ്ങൾ ഹക്കീമിൻ്റെ ഭാഗത്താണ്, ഞങ്ങൾ ഹനാൻഷയുടെ ഭാഗത്താണ്, എവിടെയും പോയി നിൽക്കരുത്. പുറകെ ഓരോ സാധനങ്ങൾ വരട്ടെ, നമുക്ക് എല്ലാം വിശദമായിട്ട് കേൾക്കാം. എന്നിട്ട് എവിടെയെങ്കിലും നിങ്ങൾ നിൽക്കൂ. അല്ലാതെ ആദ്യമേ കയറി ഒരിടത്ത് നിൽക്കരുത്. സംഭവം ഇറുക്കുക ഗൈസ്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സംഭവം ഇറുക്കുക ഗൈസ്. അത്രേ പറയുന്നുള്ളൂ. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.